കൊല്ലം ഇരവിപുരം വേളാങ്കണ്ണി നഗർ തീരദേശ റോഡ് പകുതിയോളം മഴയെടുത്തു. കടലാക്രമണവും രൂക്ഷമാണ്. പാലത്തിന്റെ അവശിഷ്ടങ്ങളും പാറക്കഷണവും ഇട്ട് പ്രതിരോധിക്കാൻ അധികാരികളോട് പറഞ്ഞു. പൊളിഞ്ഞ സ്ഥലത്തിടാതെ അവിടെയും ഇവിടെയും ഒക്കെ ഇട്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടു. കടൽ കയറുമോ എന്ന ആശങ്കയിലാണ് അവിടുത്തെ നാട്ടുകാർ. വിഷ്ണു കരുവാരക്കുണ്ട് നമുക്കൊപ്പം ചേരുന്നു. തത്സമയം വിഷ്ണു, പ്രതിരോധം എന്നൊക്കെ പറയും, പക്ഷേ പ്രതിരോധം എന്ന് പറയുന്നത് ആരുടെയൊക്കെയോ കണ്ണിൽ പൊടിയിടാനാണ് എന്നാണോ നമുക്ക് അവിടെ എത്തുമ്പോൾ ബോധ്യപ്പെടുന്നത്? അവിടുത്തെ അവസ്ഥ ദൃശ്യങ്ങളിൽ കാണാം, പ്രേക്ഷകർക്ക് കൂടി പറഞ്ഞു കൊടുക്കൂ. അതെ സുജയ, തീർച്ചയായിട്ടും ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം വേളാങ്കണ്ണി നഗറിലാണ്. ഇവിടെ ഈ ബീച്ചിലേക്കുള്ള റോഡാണ് ഈ പൊളിഞ്ഞിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഒരു കലപ്പുരക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ പാലം പൊളിച്ച അവശിഷ്ടങ്ങളാണ് ഇവിടെ കൊടുത്ത് തട്ടിയിരിക്കുന്നത്. അതായത് ഈ തട്ടിയത് ഈ റോഡ് പൊളിഞ്ഞതിൻ്റെ മുന്നിലോട്ടാണെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ മണ്ണിട്ടുകൊണ്ട് ഈ റോഡ് പൊളിയാത്ത രീതിയിലാക്കാമെന്ന് നാട്ടുകാരൊക്കെ തന്നെ മുന്നേ പറഞ്ഞത്. എന്നാൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, എൻ്റെ കഴി കണ്ടോ, ഈ ദൃശ്യത്തിൽ സൈഡിലായിട്ട് കുറച്ച് പാറ കഷ്ണങ്ങൾ ഇട്ടു. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കുറച്ച് പാലത്തിൻ്റെ കുറച്ച് വേസ്റ്റുകൾ ഇട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൊളിഞ്ഞ ഭാഗത്തൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇനി നമുക്ക് കാണാം, ഈ ന്യൂനമർദ്ദവും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള മഴയും കടലൊക്കെ രൂക്ഷമാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ സൈഡിലായിട്ട് ഈ വീടുകളൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാർക്കും ഒക്കെ വളരെയധികം തന്നെ ആശങ്കയാണ്. ഇതിലൂടെ ഈ കാവൽപ്പുരയ്ക്കൽ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. എല്ലാ വാഹനങ്ങളും ഇതിലൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചതുപ്പ് നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ വാഹനങ്ങളെ ഒരു വെയിറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ഒരവസ്ഥയാണ്. ആ ആശങ്കയിലാണ് ഈ തീരദേശത്തുള്ളവരും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇതിന് സൈഡിലായിട്ട് ഒരു വീടൊക്കെ ഉണ്ട്. വളരെയധികം ദയനീയമായ ഒരവസ്ഥ. നമ്മളുടെ വീട്ടുകാരുണ്ട്. ചേച്ചി, എന്താ പേര്? അമ്മച്ചി? എൻ്റെ പേര് സുസിലി. സിസിലി ചേച്ചിയുടെ വീട് ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ സിസിലി ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾ 3 പേരാണ്. ഒരു മാനസിക മകനും ഈ പ്രായം ചെന്ന ഞങ്ങൾ 2 പേരുമാണ്. ഞങ്ങൾക്ക് ആരുമില്ല തുണയായിട്ട്. ഈ റോഡ് പൊളിഞ്ഞത് കുറേ ഇപ്പം ഇത് 4-5 മാസമായി റോഡ് ഇങ്ങനെ പോട്ടെ. റോഡ് ശരിയാക്കി അവർ നല്ല ബലത്തിലുള്ള സാധനം ഇട്ട് റോഡ് ശരിയാക്കത്തില്ല. ഇച്ചിരി താറ് കൊണ്ടുവന്ന് ഇച്ചിരി മെറ്റലും കൊണ്ടുവന്ന് അവരങ്ങ് തൂത്ത് തളിച്ചുകൊണ്ട് അവരുടെ അങ്ങനെ പോകും. 2 മാസം കഴിയുമ്പോൾ റോഡ് പാലത്തിന്റെ വേസ്റ്റ് ഒക്കെ കുറെ ഇപ്പൊ ഇവിടെയല്ലേ ഇടണ്ടേ ശരിക്കും? ഈ റോഡൊക്കെ ശരി അന്നേരം രാത്രി കൊണ്ടുവന്ന് അവിടെയാണ് ഇട്ടത്. പിന്നെ എന്ത് ചെയ്യണം? ഞങ്ങൾ ഈ പാവപ്പെട്ടവർ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഇങ്ങനെ 6 മാസം 8 മാസം കൂടി ഇങ്ങനെ മഴ വരാൻ പിന്നെ ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം? നിറയെ വണ്ടി പോവുകയാണ്. കാപ്പര പാലം കെട്ടുന്നുണ്ട്. എവിടെ കിടക്കുന്ന വണ്ടി അത്ര ഇതിലേ പോകുന്നത്. ഞങ്ങൾക്ക് ഇറങ്ങി പോകാൻ പോലും സാധിക്കുന്നില്ല. തീർച്ചയായും സുജയ, ഏതൊരാൾക്കും തന്നെ മനസ്സിലാവും ഇത്. ഈ ഒരു ഭാഗത്ത് അവിടെ ഇവിടെ ഇടാതെ കണ്ണിൽ പൊടിയിടുക തന്നെയാണ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇത്രയും വാഹനങ്ങൾ അധികം പോകുന്ന ഒരു വാഹന ഗതാഗത കുരുക്ക് വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഇനിയിപ്പോൾ കാലവർഷമൊക്കെ വരുന്നൊരു സാഹചര്യമാണ്. വളരെയധികം തന്നെ ആശങ്കയിലാണ്. ഇനിയിപ്പോൾ ജൂണിൽ സ്കൂൾ തുറക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പോകാനും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഈ കൊല്ലം ബീച്ച് റോഡിൽ കുളമായി കിടക്കുന്നത്. ആ റോഡിലൂടെയുള്ള ഗതാഗതം അസാധ്യമാകുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നത് ആ റോഡ് നന്നാക്കാനായി അവിടെ കാണിച്ച ചെപ്പടി വിദ്യയുമാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ വിഷ്ണു കരുവാരക്കുണ്ട് കാട്ടിത്തന്നത്. അധികൃതർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ?